ഓം ശാന്തി 19/9/2024. ഇന്നത്തെ മുരളിയുടെ മെയിൻ പോയിന്റ്സ്. മധുരമായ കുട്ടികളെ, നിങ്ങളുടെ ജോലിയാണ് സ്വയം തന്നോട് തന്നെ സംസാരിച്ച് പാവനമാകുക എന്നത്. മറ്റുള്ള ആത്മാക്കളെക്കുറിച്ച് ചിന്തിച്ച് തന്റെ സമയം വ്യർത്ഥമാക്കരുത്. രാജയോഗമെന്നാൽ ഉള്ളിലേക്കുള്ള യാത്ര, മുകളിലേക്കുള്ള യാത്ര, പുറമേക്കുള്ള യാത്ര എന്നതാണ്. ഉള്ളിലേക്കുള്ള യാത്ര എന്നാൽ നമ്മുടെ ശ്രദ്ധ നമ്മളിലേക്ക് തിരിയുക എന്നതാണ്. നാം എന്താണ് ചെയ്യുന്നത്, നാം എന്താണ് ചിന്തിക്കുന്നത്, അതിലെന്ത് വ്യതിയാനമാണ് വരേണ്ടത്, അതിലെന്ത് മാറ്റമാണ് കൊണ്ടുവരേണ്ടത്, അത് എങ്ങനെയാണ് പവിത്രമാക്കിയെടുക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ശ്രദ്ധ കൊടുക്കൽ. അതിനെയാണ് ഉള്ളിലേക്കുള്ള യാത്ര അല്ലെങ്കിൽ സ്വയം തന്നെ നോക്കുക എന്ന് പറയുന്നത്. നാം തന്നെയാണ് നമ്മളുടെ ഏറ്റവും മികച്ച സുഹൃത്ത്. ബാബയും മറ്റുള്ളവരുമെല്ലാം പിന്നെയാണ് വരിക. നാം നമ്മുടെ തന്നെ സുഹൃത്താകുമ്പോൾ നാം പറയുന്നത് നന്നായി കേൾക്കും, ശ്രദ്ധിക്കും, അനുസരിക്കും. നാം നമ്മളെ തന്നെ നമ്മുടെ സുഹൃത്താക്കുന്നതിനെയാണ് രാജയോഗം എന്ന് പറയുന്നത്. ഇപ്രകാരം സംസാരിച്ച് സ്വയം നമ്മളെ തന്നെ പവിത്രമാക്കിയെടുക്കണം. പവിത്രതയുടെ മൂല്യത്തെക്കുറിച്ച് നാം നമുക്ക് തന്നെ കേൾപ്പിച്ചു കൊടുക്കണം. ഇതിനിടയിൽ മറ്റുള്ളവരെന്ത് ചെയ്യുന്നു, അവർ ഇത് ചെയ്യുന്നില്ല, അവരത് ചെയ്യുന്നുണ്ട് എന്നതിൽ ശ്രദ്ധ കൊടുക്കരുത്. അതിലൂടെ നമ്മൾക്കൊന്നും ലാഭം വരുന്നില്ല. മറ്റുള്ളവരെന്ത് ചെയ്യുന്നുവോ അതവരുടെ ചോയ്സാണ്. അതിനെക്കുറിച്ച് ചിന്തിച്ച് നാം സമയം പാഴാക്കരുത്. ചോദ്യം: ഏത് കാര്യം ബുദ്ധിയിൽ വരികയാണെങ്കിൽ പഴയ എല്ലാ ശീലവും മാറും? ഉത്തരം: നമ്മൾ പരിധിയില്ലാത്ത ബാബയുടെ സന്താനമാണ്. അപ്പോൾ വിശ്വത്തിന്റെ അധികാരിയാണ്. നമുക്ക് ദേവതയായി തീരണം. ഈ കാര്യം ബുദ്ധിയിൽ വരികയാണെങ്കിൽ പഴയ എല്ലാ ശീലവും മാറും. നിങ്ങൾ പറഞ്ഞാലും ഇല്ലെങ്കിലും സ്വമേധയാ വിടും. തലതിരിഞ്ഞ ഭക്ഷണശീലം, മദ്യം തുടങ്ങിയവ സ്വമേധയാ വിടും. അവർ പറയും, ആഹാ, നമുക്കിനി ഈ ലക്ഷ്മി നാരായണനാകണം. 21 ജന്മങ്ങളുടെ രാജ്യഭാഗ്യം ലഭിക്കുകയാണ് എങ്കിൽ എന്തുകൊണ്ട് പവിത്രമാകില്ല? നമ്മുടെ യജ്ഞത്തിൽ പല പല നിയമങ്ങളുണ്ട്. ഇത്രയധികം നിയമങ്ങൾ എന്തിന് എന്ന് പലർക്കും തോന്നിയെന്നിരിക്കും. പക്ഷേ ഈ നിയമമെല്ലാം നമ്മളെ ഒരു ഉയർന്ന ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോകുന്നു. എപ്പോഴാണോ നമ്മുടെ ബുദ്ധിയിൽ നമ്മൾ പരിധിയില്ലാത്ത ബാബയുടെ കുട്ടികളാണ്, അപ്പോൾ വിശ്വത്തിന്റെ അധികാരിയാണ്, ആ അധികാരം നമ്മൾക്ക് കയ്യിൽ വരണമെങ്കിൽ അതിനുള്ള യോഗ്യത നാം ഉണ്ടാക്കിയെടുക്കണം. നമുക്ക് ദേവത ആകണം എന്ന കാര്യം ബുദ്ധിയിൽ സ്പഷ്ടമാവുകയാണ് എങ്കിൽ പഴയ എല്ലാ ശീലവും മാറും. അത് എങ്ങനെയുള്ള ശീലമാകട്ടെ, ചിന്താഗതിയിൽ വരുന്ന ശീലമാകട്ടെ, അല്ലെങ്കിൽ ജീവിതക്രമത്തിൽ ഭക്ഷണക്രമത്തിൽ ഉള്ള ശീലമാകട്ടെ, മോശമായിട്ടുള്ളതാണോ, അതിൽ നിന്ന് മാറുന്നതിന് നാം ആരാണ്, നാം ആരുടേതാണ് എന്നത് സ്പഷ്ടമായിരിക്കണം. ആരെങ്കിലും നിർദ്ദേശം തരികയോ തരാതിരിക്കുകയോ സ്വമേധയാ തന്നെ മോശമായ ശീലം മാറുന്നു. കാരണം നമ്മുടെ ലക്ഷ്യം അത്രയും ഉയർന്നതാണ്. 21 ജന്മത്തേക്കുള്ള രാജ്യഭാഗ്യമാണ് ലഭിക്കുന്നത്. എന്തുകൊണ്ട് പവിത്രമായിക്കൂടാ? എന്തുകൊണ്ട് നിയമങ്ങൾക്കനുസരിച്ച് നടന്നുകൂടാ? ഇപ്പോഴുള്ള ഈ പരിശ്രമം എന്നത് വളരെ കുറവാണ്. എന്നാൽ ഇതിന് ഫലമായി ലഭിക്കുന്നത് വളരെയധികം കൂടുതലാണ്. അതിനാൽ കുറഞ്ഞ ചിലവും അധിക ലാഭവും ലഭിക്കുകയാണ്. അത് മനസ്സിലാകുമ്പോൾ പഴയ ശീലമെല്ലാം മാറുന്നു. ധാരണയ്ക്കുള്ള
മുഖ്യസാരം: തൻ്റെ ഉന്നതിയെക്കുറിച്ചുള്ള ചിന്തനം ചെയ്യണം. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ പോകരുത്. പഠിത്തത്തിലും ഓർമ്മയിലും പൂർണ്ണ ശ്രദ്ധ കൊടുക്കണം. ബുദ്ധി അലയിക്കരുത്. 2. ഇപ്പോൾ ബാബ ഡയറക്റ്റ് വന്നിരിക്കുകയാണ്. ഇതിനാൽ തൻ്റേതെല്ലാം യുക്തിപൂർവം ട്രാൻസ്ഫർ ചെയ്യണം. പതീത ആത്മാക്കളുമായി കൊടുക്കൽ വാങ്ങൽ പാടില്ല. ബഹുമതിയോടെ സ്വർഗത്തിൽ പോകുന്നതിന് തീർച്ചയായും പവിത്രമാകണം. ആദ്യത്തെ പോയിന്റിൽ ബാബ പറയുന്നു, അവനവൻ്റെ ഉന്നതിയെക്കുറിച്ച് ചിന്തിക്കണം, മറ്റുള്ളവരെക്കുറിച്ച് അല്ല. മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കുന്നതിലൂടെ നമ്മൾക്ക് സമയനഷ്ടമുണ്ടാകുന്നു, എനർജി നഷ്ടമുണ്ടാകുന്നു. എന്നാൽ അതിന് തക്കതായ ഫലവും ഉണ്ടാകുന്നില്ല. പകരം പഠിത്തത്തിലും ഓർമ്മയിലും വളരെ ശ്രദ്ധ കൊടുക്കണം. ബുദ്ധി അനാവശ്യ കാര്യങ്ങളിൽ അലഞ്ഞു തിരിയരുത്. 2ാമത്തെ പോയിന്റിൽ ബാബ പറയുന്നു, ഇപ്പോൾ സ്വയം ഭഗവാൻ നമ്മുടെ മുന്നിലിരുന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്, നമ്മെ ദത്തെടുത്തിരിക്കുകയാണ്. നമ്മുടെ അടുക്കൽ എന്തെല്ലാം ഉണ്ടോ അതിൻ്റെയെല്ലാം സൂക്ഷിപ്പുകാരനാണ് എന്ന് മനസ്സിലാക്കി അവ സഫലമാക്കണം. ഇതിലൂടെ നാം സത്യയുഗത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ബാബ ഓർമ്മിപ്പിക്കുകയാണ്, പതീത ആത്മാക്കളുമായി കൊടുക്കൽ വാങ്ങൽ ചെയ്യരുത്. എന്തുകൊണ്ടെന്നാൽ ആ കൊടുക്കൽ വാങ്ങൽ കൂടുതൽ കർമ്മബന്ധനങ്ങൾ ഉണ്ടാക്കുകയേ ഉള്ളൂ. ബാബയ്ക്ക് നൽകുന്നതിലൂടെ അത് 100 മടങ്ങ് ഫലം ലഭിക്കുകയും ചെയ്യും. ഇതിനാൽ തീർച്ചയായും ശ്രദ്ധിക്കണം. യുക്തിപൂർവം ബാബയുടെ സേവനത്തിൽ സഫലമാക്കണം. പതീത ആത്മാക്കളുമായി കൊടുക്കൽ വാങ്ങൽ പാടില്ല. ഒപ്പം ബഹുമതിയോടെ സ്വർഗത്തിലേക്ക് പോകുന്നതിന് തീർച്ചയായും പവിത്രതയിൽ ശ്രദ്ധ കൊടുക്കണം. വരദാനം: മനസ്സിനെയും ബുദ്ധിയെയും വ്യർത്ഥത്തിൽ നിന്ന് മുക്തമാക്കി വെച്ച് ബ്രാഹ്മണ സംസ്കാരമുണ്ടാക്കുന്ന റൂളർ ആയി ഭവിക്കട്ടെ. ഏതെങ്കിലും ചെറുതാണെങ്കിലും വ്യർത്ഥമായ കാര്യം, വ്യർത്ഥ അന്തരീക്ഷം അല്ലെങ്കിൽ വ്യർത്ഥ ദൃശ്യത്തിൻ്റെ പ്രഭാവം ആദ്യം മനസ്സിൽ വരുന്നു. പിന്നെ ബുദ്ധി അതിന് സഹയോഗം നൽകുന്നു. മനസ്സും ബുദ്ധിയും ഇപ്രകാരം മുന്നോട്ടു പോയാൽ സംസ്കാരമായി തീരുന്നു. പിന്നെ പലതരത്തിലുള്ള സംസ്കാരം കാണപ്പെടും. അത് ബ്രാഹ്മണ സംസ്കാരമല്ല. ഏതെങ്കിലും വ്യർത്ഥ സംസ്കാരത്തിന് വശപ്പെടുക, സ്വയം തന്നോട് തന്നെ യുദ്ധം ചെയ്യുക, തുടർച്ചയായി സന്തോഷം നഷ്ടമാകുക, ഇത് ക്ഷത്രിയ സംസ്കാരമാണ്. ബ്രാഹ്മണൻ അർത്ഥം റൂളർ വ്യർത്ഥ സംസ്കാരങ്ങളിൽ നിന്നും മുക്തമായിരിക്കും, പരവശരല്ല. വ്യർത്ഥ സംസ്കാരം എങ്ങനെ ഉണ്ടാകുന്നു എന്ന് ബാബ പറഞ്ഞു തരികയാണ്. ഏതെങ്കിലും വ്യർത്ഥമായ അല്ലെങ്കിൽ അനാവശ്യമായ കാര്യമാകട്ടെ, അന്തരീക്ഷമാകട്ടെ, അല്ലെങ്കിൽ ദൃശ്യത്തിൻ്റെ പ്രഭാവമാകട്ടെ, മനസ്സിലാണ് ആദ്യം വരുന്നത്. ബുദ്ധി അതിന് സഹയോഗം കൊടുക്കുകയാണെങ്കിൽ, അത് പല പ്രാവശ്യം ആവർത്തിക്കുകയാണെങ്കിൽ അതൊരു സംസ്കാരമായി തീരുന്നു. ഇങ്ങനെ സംസ്കാരമാകുമ്പോൾ പലതരത്തിലുള്ള ബ്രാഹ്മണ സംസ്കാരമല്ലാത്ത കാര്യങ്ങൾ പൊങ്ങിവരുന്നു. ഇങ്ങനെ വ്യർത്ഥ സംസ്കാരമുണ്ടാകുക, സ്വയം തന്നോട് യുദ്ധം ചെയ്യുക, സന്തോഷം നഷ്ടമാകുക, ഇതെല്ലാം ക്ഷത്രിയന്റെ സ്ഥിതിയാണ്, സംസ്കാരമാണ്. ബ്രാഹ്മണൻ എന്നാൽ ഭരിക്കുന്നവനാണ്. വ്യർത്ഥ സംസ്കാരങ്ങളിൽ നിന്ന് മുക്തമായിരിക്കും. ഒരിക്കലും അതിൽ പരവശപ്പെട്ടു പോകില്ല. സ്ലോഗൻ: മാസ്റ്റർ സർവശക്തിവാൻ അവരാണ്. ആരാണോ ദൃഢപ്രതിജ്ഞയിലൂടെ സർവ പ്രശ്നങ്ങളെയും സഹജമായി മറികടക്കുന്നത്. ഓം ശാന്തി.